മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് തുടക്കം കുറിച്ച് ശബരിമല ക്ഷേത്രനട തുറന്നു. ശബരിമലയിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആദ്യ ദിനം 30,000 പേരാണ് ദർശനത്തിനായി ബുക്ക് ചെയ്തത്. പുതിയ മേൽശാന്തിമാരുടെ സ്ഥാനാരോഹണ ചടങ്ങും നടന്നു. ഇന്ന് പുതിയ മേൽശാന്തിമാരാണ് ശബരിമല മാളികപ്പുറം ക്ഷേത്രനടകൾ തുറന്നത്. ശബരിമല മേൽശാന്തിയായി അരുൺകുമാർ നമ്പൂതിരിയും മാളികപ്പുറം മേൽശാന്തിയായി ടി വാസുദേവൻ നമ്പൂതിരിയും ഇന്നലെയാണ് ചുമതലയേറ്റത്. വൈകിട്ട് 4-ന് കണ്ഠര് രാജീവൻ, മകൻ കണ്ഠര് ബ്രഹ്മദത്തൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി VN മഹേഷ് നമ്പൂതിരി നട തുറന്ന് ശ്രീലകത്ത് ദീപം തെളിയിച്ചു. തുടർന്ന് മേൽശാന്തി 18-ാം പടി ഇറങ്ങി ഇരുമുടിക്കെട്ടുമായി തിരുമുറ്റത്ത് കാത്തുനിന്ന അരുൺകുമാർ നമ്പൂതിരിയെയും മാളികപ്പുറം മേൽശാന്തി വാസുദേവൻ നമ്പൂതിരിയെയും കൈപിടിച്ച് 18-ാം പടിയിലൂടെ സോപാനത്തേക്ക് ആനയിച്ചു. മന്ത്രി VN വാസവൻ, MLA-മാരായ KU ജനീഷ് കുമാർ, അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ, ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ R ജയകൃഷ്ണൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, അംഗങ്ങളായ അഡ്വക്കേറ്റ് A അജികുമാർ, G സുന്ദരേശൻ, ദേവസ്വം കമ്മീഷണർ CV പ്രകാശ്, ADGP S ശ്രീജിത്ത്, ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ B മുരാരി ബാബു എന്നിവർ സന്നിധരായി. ആദ്യ ദിവസമായ ഇന്നലെ 30,000-ഓളം തീർത്ഥാടകരാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് ശബരിമലയിലെത്തിയത്. മുൻ സീസണിൽ നിന്ന് വ്യത്യസ്തമായി ഇക്കുറി തുടക്കം മുതൽ തന്നെ 18 മണിക്കൂറാണ് ദർശന സമയം. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക ക്യൂ ഉണ്ടായിരിക്കും. 18-ാം പടിയിൽ പരമാവധി തീർത്ഥാടകരെ വേഗത്തിൽ കടത്തിവിടാനുള്ള സൗകര്യം പോലീസ് ഒരുക്കിയിട്ടുണ്ട്. വെർച്വൽ ക്യൂ വഴി 70,000 പേർക്കും സ്പോട്ട് ബുക്കിംഗിലൂടെ 10,000 പേർക്കുമാണ് ഒരു ദിവസം ദർശനം അനുവദിക്കുക. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. സാഗ്, യുവർ വൺ സ്റ്റോപ്പ് ഫോർ ന്യൂസ് ആൻഡ് എന്റർടൈൻമെന്റ്. വാച്ച് സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.